നിങ്ങൾ എപ്പോഴെങ്കിലും ജീവിതത്തിൽ പരാജയപ്പെട്ടു എന്ന് തോന്നുന്ന സമയം നിങ്ങൾ ഈ വീഡിയോ കാണുക. എന്ത് ജോലിയിൽ മുഴുകിയിരിക്കുകയാണെങ്കിലും അല്പസമയത്തേക്ക് അതൊന്ന് മാറ്റിവെച്ച് എന്നെ ഒന്ന് കേൾക്കുക. ഒരു വ്യക്തി ഏറ്റവും അധികം ശക്തിശാലിയാകുന്നത് മാനസികവും വൈകാരികവുമായ പ്രശ്നങ്ങളെ നേരിട്ട് അതിനെ മറികടക്കുന്ന നിമിഷമാണ്. ഒരുപക്ഷെ അവർ പോലും അറിയുന്നുണ്ടാകില്ല അവർ നേരിട്ട ആ പരിതസ്ഥിതികൾ അവരെ വളരെ ശക്തിശാലികളാക്കി തീർത്തെന്ന്. നിങ്ങൾ ഓടാൻ പരിശീലിക്കുമ്പോൾ ആദ്യ ദിവസം നിങ്ങൾക്ക് വളരെ കുറച്ചു ദൂരം മാത്രമേ ഓടുവാൻ സാധിക്കൂ. 1 കിലോമീറ്റർ ഓടിക്കഴിയുമ്പോഴേക്ക് നിങ്ങൾ ക്ഷീണിച്ചിട്ടുണ്ടാകാം. എന്നാൽ അവിടം കൊണ്ട് നിർത്താതെ നിങ്ങളത് തുടർച്ചയായി പരിശീലിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഫിസിക്കൽ സ്ട്രെങ്ത് ഓട്ടോമാറ്റിക്കലി വർദ്ധിക്കും. ഇതേ അവസ്ഥയാണ് നിങ്ങളുടെ മാനസികവും വൈകാരികവുമായ സാഹചര്യങ്ങളിലും സംഭവിക്കുന്നത്. എപ്പോഴാണോ ലൈഫിൽ നിങ്ങൾ ഒരു ടേണിംഗ് പോയിന്റിൽ എത്തി നിൽക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് മുൻപ് സംഭവിക്കാത്ത ഒരു ഇമോഷണൽ അവസ്ഥയിലൂടെ കടന്നു പോകേണ്ടി വരുന്നത്, അപ്പോൾ അവിടെ ഒരു ഇമോഷണൽ ബ്രേക്ക് ഡൗൺ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. ആ ഒരു പോയിന്റിൽ നിന്ന് മാറിപ്പോകാതെ തന്റെ ലക്ഷ്യത്തിലേക്ക് മുന്നോട്ട് കുതിക്കുക എന്നതാണ് പ്രധാനം. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്തുകൊണ്ടാണ് എല്ലാ വ്യക്തികളും ലൈഫിൽ സക്സസ്ഫുൾ ആകാത്തതെന്ന്. എല്ലാവരും അവരുടെ ലൈഫിൽ വിജയികളാകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടാകില്ലേ? പക്ഷേ ഇവിടെ ഒരു പ്രധാന ചോദ്യം ഇതാണ്: ഈ വ്യക്തികളിൽ ആർക്കൊക്കെയാണ് ഞാൻ സക്സസ്ഫുൾ ആയേ തീരൂ എന്ന ഉറച്ച ലക്ഷ്യമുള്ളതെന്ന്? ആ ലക്ഷ്യത്തിൽ നിന്നും അവരെ പിന്തിരിപ്പിക്കാൻ ഒരുപക്ഷെ ലോകം മുഴുവനും ശ്രമിച്ചേക്കാം. എന്നാൽ തനിക്ക് ലഭിക്കുന്ന എല്ലാ അവഗണനകളെയും മറികടന്ന് തന്റെ ലക്ഷ്യത്തിലേക്കുള്ള വഴിയിൽ തന്നെ ഉറച്ചു നിൽക്കാൻ അവർ എത്രമാത്രം ശ്രമിക്കും എന്നതിലാണ് വ്യത്യാസം. പലരും ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്: ഞാൻ എന്നെ കൊണ്ടാകും വിധം പരിശ്രമിക്കുന്നുണ്ട്, പക്ഷെ സക്സസ് ലഭിക്കുന്നില്ല എന്ന്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. വെള്ളത്തിൽ മുങ്ങി മരിക്കാൻ പോകുന്നവന് ആ സമയത്ത് ഏറ്റവും അത്യാവശ്യമെന്ന് തോന്നുന്ന കാര്യം എന്താണ്? തീർച്ചയായും അത് ശ്വാസമാകും, അല്ലാതെ പദവിയോ പ്രശസ്തിയോ ആകില്ല. അതേപോലെ എന്നാണോ നിങ്ങൾക്ക് വിജയമെന്നത് ആ ശ്വാസത്തിന്റെ അത്രയും പ്രാധാന്യമുള്ളതായി തോന്നുന്നത്, ആ ദിവസം മുതൽ നിങ്ങൾ നിങ്ങളുടെ മുഴുവൻ ശക്തിയും ഉപയോഗിച്ചു തുടങ്ങും. ഇതുവരെ നിങ്ങളുടെ 100% ശക്തി നിങ്ങൾ ഉപയോഗിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഒന്ന് ആലോചിച്ചിട്ട് പറയൂ, വിജയിക്കേണ്ടത് എത്രമാത്രം നിങ്ങൾക്ക് ആവശ്യമാണ്? നിങ്ങളുടെ വിശപ്പിനോളം അത്യാവശ്യമാണോ? നിങ്ങളുടെ ശ്വാസത്തെ പോലെ അത്യാവശ്യമാണോ? നിങ്ങൾ ഓരോ ശ്വാസം എടുക്കുമ്പോഴും നിങ്ങളുടെ ലക്ഷ്യം ഓർമ്മയിൽ വരാറുണ്ടോ? നിങ്ങളുടെ ഓരോ ദിവസത്തിലെയും ഓരോ മിനിറ്റും ഓരോ സെക്കൻഡും ആ ലക്ഷ്യം നേടിയെടുക്കാനുള്ള എഫേർട്ട് ഇടുന്നതിന് നിങ്ങൾ തയ്യാറാണോ? അതെ എന്നാണ് നിങ്ങളുടെ ഉത്തരമെങ്കിൽ അതിനർത്ഥം നിങ്ങളിപ്പോൾ ആ വിജയത്തിലേക്കുള്ള പാതയിലാണെന്നാണ്. എത്രത്തോളം കഠിന പ്രയത്നമാണോ നിങ്ങളിപ്പോൾ ചെയ്യുന്നത്, അത് തുടർന്നുകൊണ്ടേയിരിക്കൂ. കാരണം ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന തടസ്സങ്ങൾ, വേദനകൾ അത് താൽക്കാലികം മാത്രമാണ്. എത്ര തന്നെ കാത്തിരിക്കേണ്ടി വന്നാലും, അതിപ്പോൾ 1 മാസമോ 1 വർഷമോ ആകട്ടെ, അതിനുശേഷം നിങ്ങൾക്ക് ലഭിക്കുന്ന ആ വിജയമില്ലേ, അത് എന്നെന്നും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുന്നതാണ്. പക്ഷേ ഇപ്പോഴുള്ള ഈ ബുദ്ധിമുട്ടുകളെ ഭയന്ന് നിങ്ങൾ പരാജയം സംഭവിക്കുകയാണെങ്കിൽ ആ പരാജയമാകും നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ കൂടെ ഉണ്ടാകുക. ബുദ്ധിമുട്ടുകൾ ടെമ്പററിയാണ്, പക്ഷേ ഭയന്ന് പിന്മാറിയാൽ ആ പരാജയം പെർമനന്റ് ആണ്. നിങ്ങൾക്ക് ഒരു ജീവിതമല്ലേ ഉള്ളൂ, അത് മറ്റുള്ളവരുടെ സ്വപ്നങ്ങൾ പൂർത്തീകരിച്ച് കൊടുക്കുവാൻ വേണ്ടി നഷ്ടമാക്കരുത്. മറ്റുള്ളവരുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ചും മറ്റുള്ളവരുടെ വിലയിരുത്തലിനനുസരിച്ചും ജീവിക്കാതിരിക്കൂ. ജീവിതത്തിൽ ഇത്തരം മണ്ടത്തരം നിങ്ങൾ കാണിക്കരുത്. ആളുകൾ നിങ്ങളോട് എന്ത് തന്നെ ഉപദേശിച്ചാലും നിങ്ങൾ അനുസരിക്കേണ്ടത് നിങ്ങളുടെ ഉള്ളിൽ നിന്നും വരുന്ന വാക്കുകളെ മാത്രമാണ്. ലോകത്തിലെ മറ്റൊരു വസ്തുവിനും നിങ്ങളെ പൂർണ്ണമായും സംതൃപ്തനാക്കാൻ സാധിക്കില്ല. എന്നാൽ നിങ്ങൾ ഇടുന്ന പരിശ്രമത്തിന് അത് സാധിക്കും. നിങ്ങൾ സ്കൂളിൽ പഠിച്ചിരുന്ന സമയത്ത് നന്നായി പരിശ്രമിച്ച് പരീക്ഷയിൽ നല്ല മാർക്ക് കിട്ടുമ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന ഒരു സംതൃപ്തിയില്ലേ? അത്തരത്തിൽ നിങ്ങൾ പരിശ്രമിച്ചതിന് ശേഷം കിട്ടുന്ന വിജയത്തിനാണ് നിങ്ങളെ പൂർണ്ണമായും സംതൃപ്തനാക്കാൻ സാധിക്കുന്നത്.
ഇന്ന് ഈ ലോകത്തിലുള്ളവർക്ക് സംഭവിക്കുന്ന ഒരു അബദ്ധം എന്താണെന്നോ? അവരവരുടെ സംതൃപ്തിക്ക് മറ്റുള്ളവരെ ആശ്രയിക്കുന്നു. യഥാർത്ഥത്തിൽ പൂർണ്ണമായ സംതൃപ്തി ലോകത്തിൽ വേറെ എവിടെ അന്വേഷിച്ചാലും ലഭിക്കില്ല. കാരണം അത് നിങ്ങളുടെ കയ്യിലാണുള്ളത്. മറ്റൊരാൾക്കും നിങ്ങൾ ചിന്തിക്കുന്നത് പോലെ ചിന്തിക്കാനോ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു കാര്യം ചെയ്യാനോ സാധിക്കില്ല. എന്റെ ജീവിതം ഓൾറെഡി സെറ്റിൽഡായി എന്ന് ചിന്തിക്കുന്നവർ ബുദ്ധിശാലികളാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാൻ ഓൾറെഡി സെറ്റിൽഡായി എന്ന് ചിന്തിക്കുമ്പോൾ അവർക്ക് മുന്നോട്ടുള്ള അവസരങ്ങൾ നഷ്ടമാകുകയാണ് ചെയ്യുന്നത്. കാരണം അത്തരത്തിലുള്ള മൈൻഡ് സെറ്റ് അവരെ കൂടുതൽ പ്രയത്നിക്കുന്നതിൽ നിന്നും തടയുന്നു. അവർക്കതിനുള്ള കഴിവുണ്ടെങ്കിൽ പോലും ഞാൻ സെറ്റിൽഡ് ആയല്ലോ എന്ന ചിന്ത അവരെ മടിയന്മാരാക്കും. നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഏതെങ്കിലും കാര്യത്തിൽ ഒരു പരാജയ ഭീതി നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കേണ്ടത് ഇങ്ങനെയാണ്. അതായത്, ഇന്ന് വരെ എൻ്റെ ജീവിതത്തിൽ എത്രയോ ദുർഘടമായ പരിതസ്ഥിതികൾ വന്നിരിക്കുന്നു. തോറ്റു എന്ന് ഉറപ്പായ പല സാഹചര്യങ്ങളും വിജയിച്ച് കടന്നു വരാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടല്ലോ. അതിനെ അപേക്ഷിച്ച് ഇപ്പോഴുള്ള പരിതസ്ഥിതി എനിക്ക് ഈസിയായി തന്നെ മറികടക്കാനാകുമെന്ന്. ജീവിതത്തിൽ ഇത്തരം കഠിനമായ പരിതസ്ഥിതികൾ വന്നുകൊണ്ടേയിരിക്കും. അത് ജീവിതത്തിന്റെ ഭാഗമാണ്. സോ അത് ഭാഗമായി തന്നെ വെച്ചോളൂ. അതിനെ ഭയന്ന് പിന്മാറേണ്ട കാര്യമില്ല. ഇത് എൻ്റെ ജീവിതമാകുന്ന പഠിത്തത്തിൽ ഞാൻ എത്രമാത്രം മുന്നേറി എന്ന് മനസ്സിലാക്കുന്നതിനുള്ള പരീക്ഷയാണ് എന്ന് വിചാരിക്കൂ. ലോകത്തിലെ എല്ലാ വ്യക്തികൾക്കും ഈ പരീക്ഷ നേരിടേണ്ടി വരുന്നുണ്ട്. എന്നാൽ ഈ പരീക്ഷയിൽ വിജയിച്ച് കഴിയുമ്പോൾ, ഉയർന്ന മാർക്ക് വാങ്ങുമ്പോൾ ലഭിക്കുന്ന സംതൃപ്തിയില്ലേ, മറ്റൊരു കാര്യത്തിൽ നിന്നും നിങ്ങൾക്ക് ആ സംതൃപ്തി ലഭിക്കില്ല എന്നുറപ്പാണ്. ഒരു പ്രശ്നങ്ങളുമില്ലാതെ ജീവിക്കുക എന്നത് നിങ്ങൾക്ക് സ്വപ്നത്തിലേ സാധിക്കൂ. അതൊരിക്കലും യാഥാർത്ഥ്യമല്ല. ജീവിതത്തിൽ വരുന്ന പ്രശ്നങ്ങൾ നിങ്ങളെ തോൽപ്പിക്കാൻ വേണ്ടിയല്ല വരുന്നത്, മറിച്ച് പുതിയ പാഠങ്ങൾ പഠിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. ആ പാഠങ്ങളെ നല്ല രീതിയിൽ പഠിക്കൂ. അത് ഭാവിയിൽ നിങ്ങളെ സഹായിക്കും. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എപ്പോഴെങ്കിലും ജീവിതത്തിൽ പരാജയപ്പെട്ടു എന്ന് തോന്നുമ്പോൾ, അല്ലെങ്കിൽ പരിശ്രമിക്കാനുള്ള ധൈര്യം നഷ്ടമായി എന്ന് തോന്നുമ്പോൾ ഈ വീഡിയോ കാണുക. നിങ്ങൾക്കിത് മുന്നോട്ട് കുതിക്കുന്നതിനുള്ള ഊർജം നൽകുമെന്നുറപ്പാണ്. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.